വനം വകുപ്പും കർഷകരും ഗോത്ര വിഭാഗവും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുതാര്യവും സഹകരണാത്മകവുമാക്കുന്നതിനായി ഊരുണർവ് എന്ന പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി. നെടുങ്കയം ഫോറസ്റ്റ് ബംഗ്ലാവിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സഹജീവനം എന്ന് പറഞ്ഞ ഒരു പുതിയ നയം കർഷകരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സഹകരിച്ചു നല്ല അയൽക്കാർ എന്നുള്ള നിലയിലുള്ള ഒരു സമീപനത്തോടുകൂടി ഇതിനെ നേരിടാൻ ഉള്ള ഇതാണ്. അതിനോടൊപ്പം അതിന്റെ ഡിഫൻസ് മെക്കാനിസവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകും. അതിനോടൊപ്പം തന്നെ വനത്തിനകത്ത് താമസിക്കുന്നവരുടെ ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേരിട്ട് ഉത്തരവാദിത്വമാണെങ്കിലും ഫോറസ്റ്റിനകത്ത് താമസിക്കുന്നവരുടെ ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത നിലവാരത്തിലെ ഉന്നമനവും കൂടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഊരുണർവ് എന്ന പേരിൽ ഒരു പദ്ധതിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തുടക്കം കുറിച്ചു. കാടിനെ കുറിച്ച് അവർക്കുള്ള അറിവ് മറ്റാർക്കും തന്നെ ഇല്ല, പുറത്തുള്ളവർക്കില്ല. അതുകൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ കൺസർവേഷന്റെ പ്രാധാന്യവും അവരുടെ അറിവ് വഴി നമ്മൾ നടപ്പിലാക്കുകയും അതിനോടൊപ്പം ഈ വന്യമൃഗ ആക്രമണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ലഘൂകരിക്കുന്നതിന് അവരെ എങ്ങനെ സഹകരിപ്പിക്കാം എന്നുള്ളതോട് ആലോചിക്കുക എന്നുള്ളതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വനത്തിനുള്ളിൽ താമസിക്കുന്ന ഗോത്രവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും കാടിനെക്കുറിച്ചുള്ള അവരുടെ പരമ്പരാഗത അറിവുകൾ വനസംരക്ഷണത്തിനും വന്യജീവി ആക്രമണങ്ങൾ ലഘൂകരിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. പ്രളയത്തെ തുടർന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നവർക്ക് ഭൂമി നൽകുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും വാണിയമ്പുഴയിലെ അർഹരായവർക്ക് ഉടൻ ഭൂമി അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി നിലവിലുള്ള തടസ്സങ്ങൾ പരിഹരിച്ച് സുരക്ഷിതമായ മേഖലകളിൽ ഭൂമി ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വനവകുപ്പിലേക്ക് പുതിയതായി നിയമിക്കുന്ന 500 അംഗ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ കായികക്ഷമതയുള്ള ആദിവാസി യുവാക്കൾക്ക് മുൻഗണന നൽകും. വനമേഖലകളിൽ ഉത്തരവാദിത്ത ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക ആദിവാസി യുവാക്കളെ ഗൈഡുമാരായും ഗാർഡുമാരായും നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കുന്നതിനായി ഓഗസ്റ്റ് മാസത്തിൽ 3 ഘട്ടങ്ങളിലായി വനം അദാലത്തുകൾ സംഘടിപ്പിക്കും. കർഷകർക്കുള്ള ആനുകൂല്യ വിതരണത്തിനായി കർഷക അദാലത്ത്, അനുമതികൾ വേഗത്തിലാക്കുവാൻ NOC അദാലത്ത്, നിസ്സാര വന കുറ്റകൃത്യങ്ങൾ കോമ്പൗണ്ട് ചെയ്ത് തീർപ്പാക്കുന്നതിനായി വന കുറ്റകൃത്യ OR അദാലത്ത് എന്നിവയാണ് സംഘടിപ്പിക്കുക. തടസ്സങ്ങളില്ലാത്ത NOC അപേക്ഷകൾ 3 മുതൽ 6 മാസങ്ങൾക്കുള്ളിൽ തീർപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആദിവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങളും ആശങ്കകളും നേരിട്ട് മനസ്സിലാക്കി നിലവിലുള്ള നിയമപരിധിക്കുള്ളിൽ വനം വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.